പകുതി വില തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിക്കും. ഇതിനായി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. പുതിയ സംഘത്തെ നാളെ പ്രഖ്യാപിച്ചേക്കും. അനന്തകൃഷ്ണന്റെ ഓഫീസ് ജീവനക്കാരെ ചോദ്യം ചെയ്ത മൂവാറ്റുപുഴ പോലീസ്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേർന്നു. പ്രജിത്ത്, ഇതിലെ ഏറ്റവും പുതിയ നീക്കം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇത് അന്വേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കൊപ്പം തന്നെ ഈ ഓഫീസ് ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പുതുതായി വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ? ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പലയിടത്തും പല നിലകളിലായി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കർശന നടപടി വേണമെന്നുള്ള നിർദ്ദേശം വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും അത് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് തന്നെ ആകാനും തീരുമാനമെടുത്തത്. ഒരു IG-യുടെ നേതൃത്വത്തിലുള്ള ടീമായിരിക്കും ഉണ്ടാക്കുക. SP-മാരും DYSP-മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ നേരത്തെ ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പറയേണ്ടത്. 33,000-ലധികം പേർ ഈ പറയുന്ന രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള പരാതികൾ നിലനിൽക്കുമ്പോൾ പല ജില്ലകളിലും കേസുകളുടെ എണ്ണം 1000-നും പുറത്തേക്ക് 2000-നും 3000-നും ഒക്കെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ കേരളം കണ്ട വലിയ തട്ടിപ്പുകളിലൊന്നായി ഈ കേസ് മാറുമ്പോഴാണ് അന്വേഷണം ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കൂടുതൽ ഒരു വലിയൊരു ടീമിനെ തന്നെ രൂപീകരിക്കാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. കാരണം പല ജില്ലകളായി രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഇതിൻ്റെ സ്വഭാവങ്ങൾ പല രീതിയിലാണ്, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുകയും ഈ യോഗത്തിലാണ് കൂടുതൽ വിപുലമായ അന്വേഷണത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട്. നാളെയായിരിക്കും ഈ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാന വലിയ തട്ടിപ്പുകളൊന്നായി ഈ പകുതി വില തട്ടിപ്പ് മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്നു, കൂടുതൽ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും ഇതിന്റെ പങ്കിലുണ്ട്, അല്ലെങ്കിൽ അവർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു. അങ്ങനെ വലിയ ഒരു തട്ടിപ്പായി, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളൊന്നായി പകുതി വില തട്ടിപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച അന്വേഷണവും കൂടുതൽ വിപുലമായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിൽ. എന്തായാലും കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസ് ജീവനക്കാരെയൊക്കെയുള്ള ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓഫീസ് പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെയുള്ള വ്യക്തത നേടുക എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു അടിസ്ഥാനം. ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്നാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഏകോപനം നൽകുക ഈ പുതിയ സംഘമായിരിക്കും. പുതിയ സംഘത്തിന്റെ മറ്റ് വിവരങ്ങൾ, ആരാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ തീരുമാനമായിട്ടില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ കേസ് സംസ്ഥാന പോലീസ് മേധാവി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നതും കൊച്ചി യൂണിറ്റിനായിരുന്നു. പക്ഷേ കൊച്ചി യൂണിറ്റ് മാത്രമായി അന്വേഷണത്തിന് നേതൃത്വം നൽകാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്സാക്ട് മാൻ പവർ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൃത്യമായി ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ഈ കേസുകളെല്ലാം ഏകോപിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാനത്ത് ഒറ്റ സംഘം, അതും ഒരുപക്ഷെ ഒരു അടുത്ത കാലത്ത് രൂപീകരിച്ചിട്ടുള്ള ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് രൂപീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സംഘം തന്നെയായിരിക്കും ഈ രീതിയിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിക്കുക എന്നുള്ളതുമാണ് ഇന്ന് ഈ രീതിയിൽ നടന്ന യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. വീണ. ഓക്കെ.